നമുക്കൊരു 3 ലക്ഷം വർഷം പിന്നിലേക്കൊന്ന് പോകാം. മനുഷ്യന്റെ കഥകൾ തുടങ്ങിയ ആ ആദ്യ നാളുകളിലേക്ക്. നിങ്ങളൊന്ന് കണ്ണടച്ച് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ പുതിയ ലോകം. നമ്മളുടെ കയ്യിൽ മൊബൈൽ ഫോണുകളുണ്ട്, വായിക്കാൻ പുസ്തകങ്ങളുണ്ട്, വെളിച്ചമുള്ള ക്ലാസ് മുറികളുണ്ട്, വലിയ ലൈബ്രറികളുണ്ട്. ഇതൊന്നുമില്ലാത്ത ഒരു കാലത്തെക്കുറിച്ച്, നമുക്ക് ചുറ്റുമുള്ള വിദ്യാലയങ്ങളും അറിവുകളും ഇല്ലാത്ത ആ പഴയ കാലത്തേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നടക്കാം. നമ്മുടെ യാത്ര തുടങ്ങുന്നത് ഏകദേശം 3 ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ്. സ്ഥലം കിഴക്കൻ ആഫ്രിക്കയിലെ റിഫ്റ്റ് വാലി. അവിടെയാണ് ഇന്നത്തെ മനുഷ്യന്റെ ആദ്യ പൂർവിക ജീവിതം ആരംഭിച്ചു തുടങ്ങുന്നത്. പക്ഷെ അന്ന് ഭൂമിയിൽ നമ്മൾ മനുഷ്യർ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. വലിയ ആനകളെ പോലുള്ള മാമത്തുകൾ, മൂർച്ചയുള്ള പല്ലുകളുള്ള കടുവകൾ, വലിയ കരടികൾ, അവക്ക് മുന്നിൽ ആയുധങ്ങൾ ഒന്നുമില്ലാത്ത, തണുപ്പ് മാറ്റാൻ വസ്ത്രങ്ങളില്ലാത്ത വെറും ഒരു പാവം ജീവി മാത്രമായിരുന്നു മനുഷ്യൻ. കൂടെയുള്ളയാൾ കൊല്ലപ്പെടുന്നത് നോക്കി നിൽക്കാൻ മാത്രം ശേഷിയുള്ള, കാടുകളിൽ ഭയന്നു വിറച്ച് ജീവിച്ചിരുന്ന ആ മനുഷ്യൻ എങ്ങനെയാണ് ഇന്നത്തെ അറിവുള്ള മനുഷ്യനായി മാറിയത്? ഏതായിരുന്നു മനുഷ്യന്റെ ആദ്യത്തെ വിദ്യാലയം? ആരായിരുന്നു അവനെ കാര്യങ്ങൾ പഠിപ്പിച്ച ആദ്യത്തെ അധ്യാപകൻ? വിദ്യാഭ്യാസത്തിന്റെ കഥ എന്ന പരിപാടിയുടെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അന്നത്തെ മനുഷ്യന്റെ ജീവിതം നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ആയിരുന്നില്ല. ഭൂമിയിൽ കഠിനമായ തണുപ്പുള്ള കാലമായിരുന്നു അത്. തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് വീടുകളോ നല്ല വസ്ത്രങ്ങളോ ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ മനുഷ്യർ 70-80 കൊല്ലം ജീവിക്കുമെങ്കിൽ അന്നൊരു മനുഷ്യന്റെ ആയുസ് വെറും 20-30 വയസ്സ് മാത്രമായിരുന്നു. പകുതിയിലധികം കുട്ടികളും ചെറുപ്പത്തിൽ തന്നെ രോഗങ്ങൾ വന്നോ, മൃഗങ്ങൾ ആക്രമിച്ചോ മരിച്ചുപോയി. ഈ കഠിനമായ സാഹചര്യത്തിൽ അവരെ ജീവനോടെ നിലനിർത്തിയത് എന്താണെന്നറിയും? അവരുടെ പരീക്ഷണങ്ങളും പ്രകൃതി നൽകിയ അനുഭവങ്ങളുമായിരുന്നു. വിശക്കുമ്പോൾ കാണുന്ന പഴങ്ങൾ അവർ പറിച്ചു തിന്നു നോക്കും. കൂട്ടത്തിൽ നിൽക്കുന്ന മറ്റുള്ളവർ ആ മരണം നിശബ്ദമായി കണ്ടു നിൽക്കുകയാണ്. ആ മരണം അവർക്കൊരു പാഠമായിരുന്നു. ഈ പഴം വിഷമാണ്, ഇതിനി കഴിക്കരുത്. മണ്ണിലെ കാൽപ്പാടുകൾ നോക്കി വന്യമൃഗങ്ങൾ ഏത് വഴിയാണ് പോയതെന്ന് തിരിച്ചറിയാൻ അവർ പഠിച്ചു. കാലാവസ്ഥ മാറുമ്പോൾ മൃഗങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർ നിരീക്ഷിച്ചു. അന്ന് പരീക്ഷകൾ കടലാസുകളിൽ ചോദ്യങ്ങൾ എഴുതി തയ്യാറാക്കിയതായിരുന്നില്ല. ഓരോ നിമിഷവും അവർ എഴുതിയത് സ്വന്തം ജീവൻ വെച്ചുള്ള കഠിനമായ പരീക്ഷണങ്ങളായിരുന്നു. ഒരല്പം തെറ്റിയാൽ സ്വന്തം ജീവൻ പോകും. പ്രകൃതി എന്ന അധ്യാപകനിൽ നിന്നാണ് മനുഷ്യൻ തന്റെ ആദ്യത്തെ അറിവുകൾ നേടിയത്. മനുഷ്യന്റെ തലച്ചോർ പതുക്കെ വികസിക്കാൻ തുടങ്ങിയതോടെ അവൻ ചുറ്റുമുള്ള വസ്തുക്കളെ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കാൻ തുടങ്ങി. ഒരു ദിവസം 2 കല്ലുകൾ തമ്മിൽ കൂട്ടിയിടിച്ചപ്പോൾ കല്ലിന്റെ അരികുകൾ മൂർച്ചയുള്ളതായി മാറുന്നവൻ കണ്ടു. അങ്ങനെ അവൻ 2 വശവും മൂർച്ചയുള്ള ആദ്യത്തെ കല്ലായുധം നിർമ്മിച്ചെടുത്തു. മൃഗങ്ങളുടെ തോല് പൊളിക്കാനും മാംസം മുറിക്കാനും കിഴങ്ങുകൾ കുഴിച്ചെടുക്കാനും ഈ കൈക്കോടാലി അവനെ വളരെയധികം സഹായിച്ചു. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയൊരു കണ്ടെത്തലായിരുന്നു അത്. എന്നാൽ ഇതിനേക്കാൾ വലിയൊരു മാറ്റം മനുഷ്യനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. തീ. ആകാശത്തു നിന്നും ഇടിമിന്നൽ കാടുകളിലേക്ക് പതിച്ചപ്പോൾ കാട്ടുതീ പടർന്നു പിടിച്ചു. ഭയന്നോടിയ മനുഷ്യൻ പിറ്റേന്ന് രാവിലെ തിരിച്ചു വന്നു. പച്ച മാംസത്തിന്റെ അസഹ്യമായ മണമില്ല, ചവച്ചരക്കാൻ വളരെ എളുപ്പം, അതുവരെ അനുഭവിക്കാത്ത നല്ലൊരു രുചിയും. തീയിൽ വേവിച്ച മാംസം കഴിക്കാൻ തുടങ്ങിയതോടെ മനുഷ്യന് മാംസം ദഹിക്കാൻ എളുപ്പമായി. ഇത് അവന്റെ തലച്ചോറിന്റെ വളർച്ചയെ വൻതോതിൽ സഹായിച്ചു എന്ന് ശാസ്ത്രം ഇന്ന് പറയും. അവിടെ തീർന്നില്ല. തണുപ്പുള്ള രാത്രികളിൽ ആ കനലുകൾക്കരികിലിരുന്നപ്പോൾ അവന് ചൂടും ലഭിച്ചു തുടങ്ങി. ഇരുണ്ട ഗുഹകൾക്കുള്ളിലേക്ക് തീപ്പന്തങ്ങളുമായി കയറിയപ്പോൾ രാത്രിയിൽ വേട്ടയാടാനിറങ്ങുന്ന കാട്ടുമൃഗങ്ങൾ തീയെ കണ്ട് ഭയന്നോടുന്നവനും കണ്ടു. പതുക്കെ മനുഷ്യൻ കല്ലുകൾ ഉരസി സ്വയം തീയെ ഉണ്ടാക്കാൻ പഠിച്ചു. തീയെ നിയന്ത്രിച്ചു പഠിച്ചതോടെ മനുഷ്യൻ വെറും ഒരു മൃഗമല്ലാതായി മാറി. അവൻ ജീവലോകത്തിന്റെ മുൻനിരയിലേക്ക് ഉയരുകയായിരുന്നു. പ്രകൃതിയിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും മനുഷ്യൻ പുതിയ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങി. പക്ഷേ വലിയൊരു ചോദ്യം അവന്റെ ഉള്ളിൽ ഉയർന്നു. താൻ കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത കാര്യങ്ങൾ തന്റെ മക്കൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കും? താൻ മരിച്ചു കഴിഞ്ഞാലും ആ അറിവുകൾ നഷ്ടപ്പെടാതെ എങ്ങനെ നിലനിർത്തും? തീക്കനലിന് ചുറ്റും അവർ ഒന്നിച്ചിരുന്ന രാത്രികളിൽ അവർ ഗുഹകളുടെ ഇരുണ്ട പാറക്കെട്ടുകളിലേക്ക് നോക്കി. അവൻ കയ്യിൽ കിട്ടിയ മണ്ണും കരിയും കല്ലുകളും മൃഗങ്ങളുടെ കൊഴുപ്പും ചേർത്ത് ചായങ്ങൾ ഉണ്ടാക്കി. ഗുഹകളുടെ ചുവരുകളിൽ അവൻ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി. നമ്മൾ സ്പെയിനിലെ ആൾട്ടാമിറ ഗുഹകളിലും ഫ്രാൻസിലെ ഷൗവറ്റ് ഗുഹകളിലും കാണുന്ന 30,000 വർഷത്തിലധികം പഴക്കമുള്ള ആ ഗുഹാചിത്രങ്ങൾ വെറും ഒരു വിനോദമല്ലായിരുന്നു.
വലിയൊരു മാമത്തിനെ എങ്ങനെ വളയണം, മൃഗങ്ങളുടെ ഏത് ഭാഗത്താണ് ആയുധം കൊണ്ട് കുത്തേണ്ടത് എന്നൊക്കെ ഗോത്രത്തിലെ കുട്ടികൾക്ക് വരച്ചു കാണിച്ചു കൊടുത്ത മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ പുസ്തകങ്ങളായിരുന്നു ആ ഗുഹാചിത്രങ്ങൾ. ആ ഇരുണ്ട ഗുഹകളും തീപ്പന്തത്തിന്റെ വെളിച്ചവുമായിരുന്നു ഈ ലോകത്തിലെ ആദ്യത്തെ ക്ലാസ് മുറികൾ. എന്നാൽ ഗുഹാചുവരുകളിൽ ചിത്രങ്ങൾ വരക്കുന്നതിന് ചില പരിമിതികൾ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ചിത്രങ്ങളിലൂടെ മാത്രം പറയാൻ കഴിയില്ല എന്നവർ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് മനുഷ്യ ചരിത്രത്തിലെ അടുത്ത വലിയ മാറ്റമുണ്ടാവുന്നത്, ഭാഷ. ആദ്യം അത് അപകട സൂചന നൽകുന്ന ഒരു ഭയം പ്രകടിപ്പിക്കാനുള്ള അലർച്ചകളായിരുന്നു. പിന്നെ പതുക്കെ ആ ശബ്ദങ്ങൾക്ക് അവർ അർത്ഥങ്ങൾ നൽകി. ശബ്ദങ്ങൾ വ്യക്തമായ വാക്കുകളായി മാറി. വെള്ളം, തീ, മൃഗം, അപകടം, ഭക്ഷണം. വാക്കുകൾ പിറന്നതോടെ അറിവുകൾ പങ്കുവെക്കുന്നത് വളരെ എളുപ്പവുമായി. അമ്മമാർ മക്കൾക്ക് കാടിന്റെ കഥകൾ പറഞ്ഞു കൊടുത്തു. മുതിർന്നവർ യുവാക്കൾക്ക് വേട്ടയാടലിന്റെ അനുഭവങ്ങൾ വായ്മൊഴിയായി കൈമാറി. അറിവുകൾ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് സംസാരത്തിലൂടെ കൈമാറുന്ന രീതി അങ്ങനെയാണ് വികസിച്ചു വന്നത്. അങ്ങനെ കിഴക്കൻ ആഫ്രിക്കയിലെ കാടുകളിൽ നിന്ന് തുടങ്ങി കല്ലായുധങ്ങളുടെയും തീയുടെയും ഗുഹാചിത്രങ്ങളുടെയും കഥയുടെയും സഹായത്തോടെ മനുഷ്യൻ തന്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചെടുത്തു. പക്ഷേ ഈ കഥകൾ പറഞ്ഞുള്ള അറിവുകൾക്ക് വലിയൊരു പരിമിതി ഉണ്ടായിരുന്നു. ഒരു ഗോത്രത്തിലെ അനുഭവസമ്പന്നനായ വ്യക്തി മരിക്കുമ്പോൾ അയാളുടെ മനസ്സിലുണ്ടായിരുന്ന വലിയ അറിവുകൾ അയാളോടൊപ്പം ഇല്ലാതായി. വാക്കുകൾ മാഞ്ഞു പോകാതെ എന്നേക്കുമായി സൂക്ഷിച്ചു വെക്കാൻ അവനൊരു പുതിയ വഴി വേണമായിരുന്നു. ചിന്തകളെയും കണക്കുകളെയും അവൻ എങ്ങനെയാണ് കളിമൺ ഫലകങ്ങളിലേക്ക് മാറ്റി എഴുതിയത്? അക്ഷരങ്ങളുടെയും എഴുത്തിന്റെയും വിപ്ലവം അവിടെയാണ് സംഭവിച്ചത്. അടുത്ത എപ്പിസോഡിൽ കാണാം എഴുത്തിന്റെ ജനനം.